അടുത്തായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡിജിറ്റൽ എനർജി മീറ്റേഴ്സ്. ഡിജിറ്റൽ എനർജി മീറ്റേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ വീടുകളിലൊക്കെ ഇപ്പോൾ യൂസ് ചെയ്യുന്ന ടൈപ്പ് ഡിജിറ്റൽ എനർജി മീറ്റേഴ്സും അതുപോലെ 3 ഫേസ് എനർജി മീറ്റേഴ്സും. ഈ രണ്ട് ഡിവൈസസിൻ്റെ ഡീറ്റെയിൽസാണ് നമ്മളിപ്പം ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഫസ്റ്റ് എനർജി മീറ്റർ ജനറലായിട്ട് പറയുകയാണെങ്കിൽ ജനറലി എനർജി മീറ്റേഴ്സ് ഓപ്പറേറ്റ് ബൈ കണ്ടിന്യൂസ്ലി മെഷറിംഗ് ദി ഇൻസ്റ്റൻറ്റേനിയസ് വോൾട്ടേജ് ആൻഡ് കറണ്ട് ആൻഡ് ഫൈൻഡിങ് ദി പ്രോഡക്റ്റ് ഓഫ് ദീസ് ടു ഗിവ് ഇൻസ്റ്റൻറ്റേനിയസ് ഇലക്ട്രിക്കൽ പവർ. സാധാരണഗതിയിൽ എങ്ങനെയാണ് എനർജി മീറ്റർ വർക്ക് ചെയ്യുന്നത്? ഇൻസ്റ്റൻറ്റേനിയസ്ലി കണ്ടിന്യൂസ് ആയിട്ട് അത് വോൾട്ടേജും കറണ്ടും മെഷർ ചെയ്തുകൊണ്ടേയിരിക്കും. എന്നിട്ട് അതിൻ്റെ പ്രോഡക്റ്റ് ഇൻസ്റ്റൻറ്റേനിയസ് പവർ കണ്ടുപിടിക്കും. ഇത് രണ്ടിൻ്റെയും പ്രോഡക്റ്റ് കണ്ടുപിടിച്ചിട്ട് കറണ്ടിൻ്റെയും വോൾട്ടേജിൻ്റെയും പ്രോഡക്റ്റ് കണ്ടുപിടിച്ചിട്ട് ഇൻസ്റ്റൻറ്റേനിയസ് ഇലക്ട്രിക്കൽ പവർ കണ്ടുപിടിക്കും. എന്നിട്ട് പിന്നെ അതിനെ ഒരു ഗിവൺ ടൈം പീരീഡിൽ ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ഒരു എഗെയിൻസ്റ്റ് ടൈമിൽ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു പെർട്ടിക്കുലർ ടൈം പീരീഡിൽ എനർജി, ടോട്ടൽ എനർജി കൺസ്യൂംഡ് ജൂൾസ് അല്ലെങ്കിൽ കിലോ വാട്ട് ഹവറിൽ നമുക്ക് മെഷർ ചെയ്യാനായിട്ട് സാധിക്കും. എനർജി മീറ്ററിനെ ബേസിക് ആയിട്ടും രണ്ട് രീതിയിലാണ് ക്ലാസിഫൈ ചെയ്യാറുള്ളത്. ഒന്ന് ഇലക്ട്രോ മെക്കാനിക്കൽ ടൈപ്പും പിന്നൊന്ന് ഇലക്ട്രോണിക് ഓർ ഡിജിറ്റൽ ടൈപ്പ്. ഇപ്പോൾ ഇലക്ട്രോ മെക്കാനിക്കൽ ടൈപ്പ് എന്ന് പറയുമ്പം അതിനകത്ത് മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ്, അതായത് മെക്കാനിക്കൽ ഫങ്ഷനിങ് കൂടെ വരുന്നുണ്ട്. അതായത് മൂവിങ് പാർട്സ് ഉണ്ടാവും, ഡിസ്ക് കൂടെ വരുന്ന കേസാണ് ഇലക്ട്രോ മെക്കാനിക്കൽ ടൈപ്പ് വരുന്നത്. ഇലക്ട്രോണിക് അല്ലെങ്കിൽ ഡിജിറ്റൽ ടൈപ്പ് എന്ന് പറയുമ്പോൾ നമ്മളിത് പുതിയത് യൂസ് ചെയ്യുന്നതിനകത്ത് ഡിസ്കുകളൊന്നും അവൈലബിൾ അല്ല. ഫസ്റ്റ് ഇലക്ട്രോ മെക്കാനിക്കൽ ടൈപ്പ് എനർജി മീറ്റർ ആണെങ്കിൽ എങ്ങനെയായിരിക്കും വർക്കിംഗ്? ദി മീറ്റർ ഹാസ് എ സ്പിന്നിങ് ഡിസ്ക് ഉണ്ടായിരിക്കും. ഒരു മെക്കാനിക്കൽ കൗണ്ടർ ഡിസ്പ്ലേ കൂടി ഉണ്ടാവും. മെക്കാനിക്കലായിട്ടുള്ള കൗണ്ടർ ഡിസ്പ്ലേ ഒരു നമ്മൾ മുമ്പ് പറഞ്ഞതാണ്, ഇൻഡക്ഷൻ ടൈപ്പ് പറഞ്ഞ സമയത്തേക്ക് ഒരു സ്പിൻഡിലിൻ്റെ അറ്റത്തേക്ക് ഒരു വേം ഗിയർ ഫിറ്റ് ചെയ്തിട്ടുണ്ടാവും. ആ വേം ഗിയറിൻ്റെ സഹായത്തോട് കൂടിയിട്ട് ഒരു രജിസ്റ്റർ മെക്കാനിസം അവിടെ വർക്ക് ചെയ്യുന്നുണ്ടാവും, അല്ലെങ്കിൽ ഒരു മെക്കാനിക്കൽ കൗണ്ടറാണ് അവിടെ വർക്ക് ചെയ്യുന്നത്. ഒരു സ്പിന്നിങ് ഡിസ്ക് ഉണ്ടാവും. It's operated by counting the revolutions of a metal disc that it rotates at a speed proportional to the power drawn through the main switch. മെയിൻ സ്വിച്ചിൽ നിന്ന് വലിക്കുന്ന കറണ്ടിന് പ്രപ്പോർഷണൽ ആയിട്ടായിരിക്കും ആ ഡിസ്കിൻ്റെ റൊട്ടേഷൻ്റെ സ്പീഡ് വരുന്നത്. Nearby coil spins the disc by inducing the eddy current and a force proportional to the instantaneous current and voltage. എഡി കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യും. ആ കോയിൽസ് കാരണം അവിടെ ഡിസ്കിൻ്റെ മേലെ ഒരു എഡി കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യും. അത് കാരണം ഉണ്ടാവുന്ന ഫോഴ്സ്, ആ എഡി കറണ്ട് കാരണം ഉണ്ടാവുന്ന ഫോഴ്സ് ഉപയോഗിച്ചിട്ടാണ് നമ്മുടെ സ്പിന്ന് കറങ്ങുന്നത്. A permanent magnet exerts a damping force on the disc, stopping its spin after power has been removed. പവർ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഡിസ്കിൻ്റെ റൊട്ടേഷൻ അല്ലെങ്കിൽ ഡിസ്കിൻ്റെ സ്പിന്നിങ് നിൽക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിനു വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ഒരു പെർമനൻറ്റ് മാഗ്നറ്റ്, അല്ലെങ്കിൽ അതിന് ബ്രേക്കിംഗ് മാഗ്നറ്റ് എന്ന് പറയും. അപ്പോൾ ഇതിന് കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട്. നമ്മൾ സാധാരണ പണ്ട് ഉപയോഗിച്ചിരുന്ന ഇലക്ട്രോ മെക്കാനിക്കൽ ടൈപ്പ് എനർജി മീറ്ററിൻ്റെ ലിമിറ്റേഷൻസ് ആണ് താഴെ പറഞ്ഞിട്ടുള്ളത്. ലെസ് ആക്യുറസി കുറവായിരിക്കും. മെനി മെത്തേഡ്സ് ഫോർ എറർ കറക്ഷന് വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് മെത്തേഡ്സ് സ്വീകരിക്കേണ്ടതായിട്ടുണ്ട്. പെർസെൻറ്റേജ് എറർ കമ്പാരിറ്റീവ്ലി കൂടുതലാണ്. ഇൻസ്റ്റാളേഷനും അതിൻ്റെ ഡിഫിക്കൽട്ടാണ്. നോ ഇൻ്റർഫേസ് കാപ്പബിലിറ്റി ടു എക്സ്റ്റേണൽ ഡിവൈസ്, മറ്റുള്ള എക്സ്റ്റേണൽ ഡിവൈസുമായിട്ടുള്ള ഇൻ്റർഫേസ് ചെയ്യാനുള്ളൊരു കഴിവും ഇവിടെ ഇല്ല. അപ്പം ഈ ഡിസഡ്വാൻറ്റേജസ് ഒക്കെ ഓവർകം ചെയ്യുന്നതാണ് പുതിയ ഡിജിറ്റൽ മീറ്ററിനകത്ത് വരുന്നത്. ഇപ്പോൾ ഇലക്ട്രോണിക് അല്ലെങ്കിൽ ഡിജിറ്റൽ എനർജി മീറ്ററിൻ്റെ വർക്കിംഗ് എങ്ങനെയാണെന്ന് നോക്കാം. മെഷർ ദ എനർജി യൂസിങ് ഹൈലി ഇൻറ്റഗ്രേറ്റഡ് കോമ്പണൻസ്. ഹൈലി ഇൻറ്റഗ്രേറ്റഡ് ആയിട്ടുള്ള കോമ്പണൻസ് അല്ലെങ്കിൽ കമ്പണൻസ് ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ഡിജിറ്റൽ എനർജി മീറ്ററിൽ മെഷർമെൻറ്റ് നടക്കുന്നത്. ഇറ്റ് ഡിജിറ്റൈസസ് ദ ഇൻസ്റ്റൻറ്റേനിയസ് വോൾട്ടേജ് ആൻഡ് കറണ്ട് ഇൻ എ ഹൈ റെസല്യൂഷൻ sigma delta analog to digital converter, gives the instantaneous power in watts. അപ്പോൾ നമുക്കറിയാം അവിടെ വോൾട്ടേജിനെയും കറണ്ടിനെയും ഇൻസ്റ്റൻറ്റേനിയസ് വോൾട്ടേജിനെയും കറണ്ടിനെയും സെപ്പറേറ്റ് ആയിട്ട് മെഷർ ചെയ്ത് അതിന് ഡിജിറ്റൈസ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രിക്കൽ ക്വാണ്ടിറ്റീസ് നമ്മൾ ഡിജിറ്റലൈസ് ആയിട്ട് ചെയ്യണം. ഡിജിറ്റലൈസ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് അനലോഗിൽ നിന്നും ഡിജിറ്റലിലേക്ക് കൺവേർട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഈ അനലോഗ് ക്വാണ്ടിറ്റീസിനെ ഡിജിറ്റലാക്കി കൺവേർട്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് അനലോഗ് ടു ഡിജിറ്റൽ കൺവേർട്ടർ. അപ്പോൾ ഈ കേസിൽ ഡിജിറ്റൽ എനർജി മീറ്ററിനകത്ത് യൂസ് ചെയ്യുന്നത് ഹൈ റെസല്യൂഷനുള്ള സിഗ്മ ഡെൽറ്റ ഡിജിറ്റൽ കൺവേർട്ടറാണ്. അനലോഗ് ടു ഡിജിറ്റൽ കൺവേർട്ടറാണ്. സിഗ്മ ഡെൽറ്റ ADC ആണ്. ഹൈ റെസല്യൂഷൻ കപ്പാസിറ്റി ഉള്ള സിഗ്മ ഡെൽറ്റ ADC ആണ് ഡിജിറ്റൽ എനർജി മീറ്ററിനകത്ത് യൂസ് ചെയ്യുന്നത്. എന്നിട്ട് അങ്ങനെ നമ്മൾ ഇൻസ്റ്റൻറ്റേനിയസ് വോൾട്ടേജും കറണ്ടും കണ്ടുപിടിച്ചിട്ട് അതിനെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞ് പവർ നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യും. അങ്ങനെ കിട്ടുന്ന പവറിനെ ഒരു ഗിവൺ പീരീഡിനകത്ത് ഓവർ ടൈം നമ്മൾ ഇൻറ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിലോ വാട്ട് ഹവറിലുള്ള എനർജി ഒബ്റ്റെയിൻ ചെയ്യും.
ഇപ്പോൾ ഡിജിറ്റൽ മീറ്ററിൻ്റെ ഒരു ബ്ലോക്ക് ഡയഗ്രാമാണ്, ഡിജിറ്റൽ എനർജി മീറ്ററിൻ്റെ ബ്ലോക്ക് ഡയഗ്രാമാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഫസ്റ്റ് കാണാം വോൾട്ടേജ് സെൻസറും ഉണ്ട്, കറണ്ട് സെൻസറും ഉപയോഗിച്ചിട്ട് വോൾട്ടേജും കറണ്ടും സെൻസ് ചെയ്യുന്നുണ്ട്. അതിന് പിന്നെ ഒരു സിഗ്നൽ കണ്ടീഷണറിലേക്ക് കൊടുത്തിട്ടുണ്ട്. സിഗ്നൽ കണ്ടീഷണറിൽ നിന്നും അതിനൊരു പെരിഫറൽ ഇൻ്റർഫേസ് കൺട്രോളറിനകത്തേക്ക് കൊടുത്തു. കൺട്രോളറിൽ നിന്നും ഡിജിറ്റൽ മീറ്ററിലേക്ക് നമുക്ക് റീഡിംഗ് എടുക്കുന്നതായിട്ടും കാണാം. The voltage sensor built around a step-down element and potential divider network sensors both the phase voltage and load voltage. വോൾട്ടേജ് സെൻസർ വെച്ചിട്ടുണ്ട് അറൗണ്ട് എ സ്റ്റെപ്പ് ഡൗൺ എലമെൻറ്റ്. ഒരു സ്റ്റെപ്പ് ഡൗൺ എലമെൻറ്റോട് കൂടിയിട്ട് ഒരു വോൾട്ടേജ് സെൻസർ ഉണ്ട്. അത് മെഷർ ചെയ്യുന്ന വോൾട്ടേജിനെ സ്റ്റെപ്പ് ഡൗൺ ചെയ്തിട്ട് വേണം നമ്മളതിനെ ഡിജിറ്റലൈസ് ചെയ്യാനായിട്ട്. അപ്പം വോൾട്ടേജ് സെൻസറിന് ഒരു സ്റ്റെപ്പ് ഡൗൺ എലമെൻറ്റോട് കൂടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു വോൾട്ടേജ് സെൻസറും പ്ലസ് ഒരു പൊട്ടൻഷ്യൽ ഡിവൈഡർ നെറ്റ്വർക്ക് കൂടി ഉണ്ടാവും. ഇത് രണ്ടും ഉപയോഗിച്ചിട്ട് ഫേസ് വോൾട്ടേജിനെയും മെഷർ ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ അവിടെ ലോഡ് വോൾട്ടേജിനെയും മെഷർ ചെയ്യുന്നുണ്ട്. ലോഡ് വോൾട്ടേജിനെയും അതുപോലെ ഫേസ് വോൾട്ടേജിനെയും സെൻസ് ചെയ്യുന്നുണ്ട്. സെക്കൻഡ് സെൻസർ എന്ന് പറയുന്നത് ഒരു കറണ്ട് സെൻസറാണ്. അത് കറണ്ട് ഡ്രോൺ ബൈ ദ ലോഡ് അറ്റ് എനി പോയിൻ്റ് ഇൻ ദ ടൈം. ഏത് സമയത്തും ലോഡ് വലിക്കുന്ന കറണ്ടിനെ മെഷർ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ സെൻസ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നതാണ് കറണ്ട് സെൻസർ എന്ന് പറയുന്നത്. ഇറ്റ്സ് ഇൻബിൽറ്റ് അറൗണ്ട് എ കറണ്ട് ട്രാൻസ്ഫോമർ ആൻഡ് അതർ ഡിവൈസസ്. വോൾട്ടേജ് കമ്പാരറ്റർ വിച്ച് കൺവേർട്സ് ദ സെൻസ്ഡ് കറണ്ട് ടു വോൾട്ടേജ് ഫോർ പ്രോസസ്സിംഗ്. അപ്പോൾ പ്രോസസ്സിങ്ങിൻ്റെ ആവശ്യത്തിനായിട്ട് നമ്മൾ സെൻസ് ചെയ്ത കറണ്ടിനെ വോൾട്ടേജ് ആക്കി കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കറണ്ട് ട്രാൻസ്ഫോമർ ഉണ്ട് അവിടെ. ബിൽറ്റിനായിട്ടുള്ള കറണ്ട് ട്രാൻസ്ഫോമർ, അതുപോലെ മറ്റ് ആക്റ്റീവ് ഡിവൈസസ് എന്ന് പറയുമ്പോൾ മെമ്മറി കപ്പാസിറ്റി ഉള്ളതാണ്. ആക്റ്റീവ് ഡിവൈസസ് വോൾട്ടേജ് കമ്പാരറ്റർ പോലെയുള്ള ആക്റ്റീവ് ഡിവൈസസും ഉപയോഗിച്ചിട്ട് സെൻസ് ചെയ്ത കറണ്ടിനെ വോൾട്ടേജ് ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യുന്നുണ്ട് ഫോർ ദ പ്രോസസ്സിംഗ്. The output from both sensors is then fed into a signal conditioner. സിഗ്നൽ കണ്ടീഷണർ എന്ന് പറയുമ്പോൾ അവിടെ വോൾട്ടേജ് കണ്ടീഷണറാണ് വരുന്നത്. കാരണം നമ്മൾ രണ്ടിനെയും കൺവേർട്ട് ചെയ്ത് വോൾട്ടേജിലേക്ക് ആക്കി മാറ്റി. അപ്പോൾ ഈ മെഷർ ചെയ്ത രണ്ട് ക്വാണ്ടിറ്റീസിനെയും രണ്ട് സെൻസറിൽ നിന്നുള്ള ഔട്ട്പുട്ടിനെയും നമ്മൾ നേരെ ഒരു സിഗ്നൽ കണ്ടീഷണറിലേക്ക് കൊടുത്തു. സിഗ്നൽ കണ്ടീഷണറാണ് പിന്നെ നമ്മൾ ഉപയോഗിക്കുന്ന PIC അല്ലെങ്കിൽ പെരിഫറൽ ഇൻ്റർഫേസ് കൺട്രോളറിനകത്തേക്ക് നമ്മൾ കൊടുക്കുന്നതിൻ്റെ മുമ്പേ. അപ്പോൾ അതിൻ്റെ അകത്തുള്ള മൾട്ടിപ്ലെക്സറിനൊക്കെ മാച്ച് ആവുന്ന രീതിയിലുള്ള വോൾട്ടേജ് അല്ലെങ്കിൽ സിഗ്നൽ ലെവലിലേക്ക്, കൺട്രോൾ സർക്യൂട്ടിൻ്റെ സിഗ്നൽ ലെവലിലേക്ക് നമ്മുടെ വോൾട്ടേജിനെ അല്ലെങ്കിൽ നമ്മൾ സെൻസ് ചെയ്ത വാല്യൂസിനെ കൺവേർട്ട് ചെയ്യുക അല്ലെങ്കിൽ അതിന് മാച്ച് ആകുന്ന രീതിയിലാണ് എന്ന് ഉറപ്പ് വരുത്തുന്നത് സിഗ്നൽ കണ്ടീഷണർ. അപ്പോൾ സിഗ്നൽ കണ്ടീഷണർ സെൻസ് ചെയ്ത വാല്യൂസിനെ കണ്ടീഷൻ ചെയ്തിട്ട് നമ്മുടെ മൾട്ടിപ്ലെയർ, അതായത് മൾട്ടിപ്ലെക്സർ, കൺട്രോൾ സർക്യൂട്ട് കണ്ടെയ്നിങ് ദ മൾട്ടിപ്ലെക്സർ, നമ്മുടെ PIC എന്ന് പറയുന്ന എലമെൻറ്റിൻ്റെ അകത്ത് കൺട്രോൾ സർക്യൂട്ടാണ് ഉള്ളത്. കൺട്രോൾ സർക്യൂട്ടറും മൾട്ടിപ്ലെക്സറോട് കൂടിയിട്ടുള്ള കൺട്രോൾ സർക്യൂട്ടിന് മാച്ച് ആവുന്ന രീതിയിലേക്ക് വോൾട്ടേജിനെ കണ്ടീഷൻ ചെയ്യും. It enables the sequential switching of both signal to the analog input of the peripheral interface controller. പെരിഫറൽ ഇൻ്റർഫേസ് കൺട്രോളറിൻ്റെ അനലോഗ് ഇൻപുട്ടിന് മാച്ച് ആവുന്ന രീതിയിലേക്ക് രണ്ട് ഇൻപുട്ടിനെയും അത് സ്വിച്ച് ചെയ്യുന്നതായിരിക്കും. ദ കൺട്രോൾ സർക്യൂട്ട് സെൻറ്റേഡ് ഓൺ എ PIC ഇൻറ്റഗ്രേറ്റഡ് സർക്യൂട്ട്. അപ്പോൾ PIC ഇൻറ്റഗ്രേറ്റഡ് സർക്യൂട്ടിനകത്താണ് ഇതിന് മെയിൻ ആയിട്ടുള്ള കൺട്രോൾ സർക്യൂട്ട് അവൈലബിൾ ആവുന്നത്. ഇറ്റ് കണ്ടെയ്ൻസ് 10-bit അനലോഗ്. 10-bit അനലോഗ് ടു ഡിജിറ്റൽ കൺവേർട്ടറാണ് അവിടെ അവൈലബിൾ ആവുന്നത്. 10-bit എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 യൂണിറ്റുകളെ നമുക്ക് കൺവേർട്ട് ചെയ്യാനായിട്ട് സാധിക്കും. 10-bit അനലോഗ് ടു ഡിജിറ്റൽ കൺവേർട്ടറാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. ഫ്ലെക്സിബിൾ ടു പ്രോഗ്രാം ആൻഡ് ഗുഡ് ഫോർ പെരിഫറൽ ഇൻ്റർഫേസിങ്. പ്രോഗ്രാം ചെയ്യാനും എളുപ്പമാണ്, അതുപോലെ പെരിഫറൽ ഇൻ്റർഫേസിങ്ങിനും നല്ലൊരു രീതിയാണ് അവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. ആൻഡ് ADC കൺവേർട്സ് ദ അനലോഗ് സിഗ്നൽസ് ടു ഡിജിറ്റൽ ഈക്വിവാലൻ്റ്. ADC അനലോഗ് സിഗ്നൽസിനെ ഡിജിറ്റൽ ഈക്വിവാലൻ്റ് ആക്കി കൺവേർട്ട് ചെയ്തിട്ട് ബോത്ത് സിഗ്നൽസ് ഫ്രം ദി വോൾട്ടേജ് ആൻഡ് കറണ്ട് സെൻസറിനും അതുപോലെ വോൾട്ടേജ് സെൻസറിനും വരുന്ന സിഗ്നലിനെ അനലോഗിൽ നിന്നും കൺവേർട്ട് ചെയ്ത് ADC എന്തിലേക്കാക്കി മാറ്റും? ഡിജിറ്റലിലേക്കാക്കി മാറ്റും. ദെൻ മൾട്ടിപ്ലൈഡ് ബൈ മീൻസ് ഓഫ് ദി എംബഡഡ് സോഫ്റ്റ്വെയർ ഇൻ ദ PIC. അപ്പോൾ PIC ആണ് ഇതിൻ്റെ മൊത്തം കൺട്രോൾ സർക്യൂട്ടായിട്ട് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ PICൻ്റെ അകത്താണ് ഈ രണ്ട് അനലോഗ് ടു ഡിജിറ്റൽ കൺവേർഷനും അതുപോലെ കൺവേർട്ട് ചെയ്തതിനെ പിന്നെ മൾട്ടിപ്ലൈ ചെയ്തിട്ട്, അതായത് എംബഡഡ് സോഫ്റ്റ്വെയർ ഇൻ ദ PICൻ്റെ അകത്തുള്ള എംബഡഡ് സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ടാണ് വോൾട്ടേജിനെയും കറണ്ടിനെയും മൾട്ടിപ്ലൈ ചെയ്യുന്നത്. ദ എറർ കറക്ഷൻ ഈസ് ടേക്കൺ ആസ് ദ ഓഫ്സെറ്റ് കറക്ഷൻ ബൈ ഡിറ്റർമൈനിങ് ദ വാല്യൂ ഓഫ് ദ ഇൻപുട്ട് ക്വാളിറ്റി ഇൻ ദ ഷോർട്ട് സർക്യൂട്ടഡ് ഇൻപുട്ട്. അപ്പോൾ ഇൻപുട്ടിനെ ഷോർട്ട് സർക്യൂട്ട് ചെയ്തിട്ട് അത് ഉപയോഗിച്ചിട്ടാണ് അവിടെ എറർ കറക്ഷൻ യൂസ് ചെയ്യണത്. സ്റ്റോറിങ് ദിസ് വാല്യൂ ഇൻ ദ മെമ്മറി ഫോർ യൂസ്
ആസ് ദ കറക്ഷൻ വാല്യൂ ഡിവൈസ് കാലിബ്രേഷൻ. അപ്പോൾ കറക്ഷൻ വാല്യൂ ഡിവൈസിൻ്റെ അതായത് ഡിവൈസ് കാലിബ്രേഷന് വേണ്ടിയിട്ടുള്ള കറക്ഷൻ വാല്യൂ ആയിട്ട് ഈ ഇൻപുട്ടിൽ നിന്ന് നമ്മൾ ഷോർട്ട് ചെയ്തെടുക്കുന്ന ഇൻപുട്ട് ക്വാളിറ്റി സിഗ്നലിനെ എന്ത് ചെയ്യും, മെമ്മറി ഭാവി ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് മെമ്മറിയിൽ സ്റ്റോർ ചെയ്ത് വെക്കുകയാണ് പിന്നെ ചെയ്യണത്. PIC ഈസ് പ്രോഗ്രാംഡ് ഇൻ C ലാംഗ്വേജ്. പ്രോഗ്രാം C ലാംഗ്വേജ് ഉപയോഗിച്ചിട്ടാണ് PIC പ്രോഗ്രാം ചെയ്യുന്നത്. ഇറ്റ് സ്റ്റിമുലേറ്റ്സ് ടു യൂസ് ദ റിസീവ്ഡ് ഡാറ്റ ടു കാൽക്കുലേറ്റ് പവർ കൺസംഷൻ പെർ അവർ. ഇപ്പോൾ പവർ പെർ അവറിൽ പവർ കൺസ്യൂം ചെയ്തത് എത്രയാണ് എന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ PICനെ സ്റ്റിമുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ പ്രോഗ്രാം ചെയ്ത് വെച്ചിട്ടുള്ളതിനനുസരിച്ച് എന്ത് സംഭവിക്കും, കിട്ടുന്ന ഡാറ്റേനെ അവർ പിന്നെ മൾട്ടിപ്ലൈ ചെയ്ത് പവർ പെർ അവറിൽ എത്ര പവർ കൺസ്യൂം ചെയ്തു എന്ന് കാൽക്കുലേറ്റ് ചെയ്യും. ആസ് വെൽ ആസ് ദി എക്സ്പെക്റ്റഡ് ചാർജും എത്ര ചാർജ് വരുന്നുണ്ട് എന്ന് കൂടി അവർ കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ട്. ആൻഡ് ദീസ് ആർ ഡിസ്പ്ലേഡ് ഓൺ ദ ലിക്വിഡ് ക്രിസ്റ്റൽ ഡിസ്പ്ലേ LCD അറ്റാച്ച്ഡ് ടു ദ സർക്യൂട്ട്. നമുക്കറിയാം നമ്മളെ വീട്ടിൽ കാണുന്ന പോലെ ഒരു പച്ച സ്ക്രീനിൻ്റെ മേലെ LCD ഡിസ്പ്ലേൻ്റെ മേലെ എത്ര പവർ കൺസ്യൂം ചെയ്തു അല്ലെങ്കിൽ എത്ര കിലോവാട്ട് അവർ കൺസ്യൂം ചെയ്തു എന്നുള്ള കാര്യങ്ങളൊക്കെ അതിനകത്ത് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കും. അഡ്വാൻറ്റേജസ് എന്ന് പറയുമ്പോൾ ഡിജിറ്റൽ ഇലക്ട്രോണിക് മീറ്റേഴ്സ് ആർ മച്ച് മോർ ആക്യുറേറ്റ് ആൻഡ് ദ ഇലക്ട്രോമെക്കാനിക്കൽ മീറ്റേഴ്സ്. ഇലക്ട്രോമെക്കാനിക്കൽ മീറ്റേഴ്സിൽ മൂവിങ് പാർട്സ് ഒക്കെ വരുന്നത് കൊണ്ട് തന്നെ അതിനേക്കാളും ആക്യുറസി കൂടുതലായിരിക്കും ഡിജിറ്റൽ ഇലക്ട്രോണിക് മീറ്റേഴ്സിൽ. ഇവിടെ മൂവിങ് പാർട്സ് ഒന്നുമില്ല, അതുകൊണ്ട് തന്നെ മെക്കാനിക്കൽ ഡിഫക്ട്സ് ഫ്രിക്ഷൻ പോലെയുള്ള മെക്കാനിക്കൽ ഡിഫക്ട്സ് ഒന്നും അത് ഫ്രിക്ഷൻ കാരണം ഉണ്ടാകുന്ന പ്രശ്നങ്ങളൊന്നും ഇവിടെ വരാനായിട്ട് സാധ്യതയില്ല. അഡീഷണൽ ഇലക്ട്രോണിക് എനർജി മീറ്റേഴ്സ് കം വിത്ത് ഇൻഡിക്കേറ്റിംഗ് LEDs. അത് കൂടാതെ ഇൻഡിക്കേറ്റിംഗ് LED ഉണ്ട് അതിനകത്ത്, ഫേസ് ന്യൂട്രൽ, അതുപോലെ ഓക്കെ ആണോ, എർത്ത് ലീക്കേജ് ലോസ് എന്തെങ്കിലും ഉണ്ടോ, കിലോവാട്ട് അവർ പൾസ് എത്രയാണ് എന്നൊക്കെ കാണിക്കാനായിട്ട് അതിനകത്ത് LED ഇൻഡിക്കേഷനും അവൈലബിൾ ആയിട്ട് വരുന്നുണ്ട്. ഇത് നെക്സ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത് 3 ഫേസ് എനർജി മീറ്ററാണ്. അപ്പോൾ സിംഗിൾ ഫേസ് എനർജി മീറ്റർ എന്താണെന്ന് നമ്മൾ നോക്കി. സിംഗിൾ ഫേസ് എനർജി മീറ്റർ തന്നെ നമ്മൾ ഡിജിറ്റൽ എനർജി മീറ്റർ എങ്ങനെയാണ് വർക്ക് ചെയ്യണമെന്ന് നോക്കി. ഇതുപോലെ 3 ഫേസ് എനർജി മീറ്ററിൻ്റെ വർക്കിംഗ്. The induction type energy meter is most commonly used because it is simple in the construction, less in cost and requires less maintenance. അപ്പോൾ സിംഗിൾ ഫേസിലായാലും 3 ഫേസിലായാലും മോസ്റ്റ് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഇൻഡക്ഷൻ ടൈപ്പ് എനർജി മീറ്റർ തന്നെയാണ്. കാരണം അതിൻ്റെ കൺസ്ട്രക്ഷൻ കമ്പാരിറ്റീവ്ലി സിമ്പിളാണ്, കോസ്റ്റ് കുറവാണ്, ലെസ് മെയിൻ്റനൻസേ ആവശ്യമായിട്ട് വരുന്നുള്ളൂ. 3 phase energy meter is required to measure the energy consumed in the 3 phase loads, whether the balanced or unbalanced. ഇപ്പോൾ 3 phase ലോഡുകളെ നമുക്ക് എനർജി കണ്ടുപിടിക്കണം അല്ലെങ്കിൽ എനർജി മെഷർ ചെയ്യണമെന്നുണ്ടെങ്കിൽ 3 ഫേസ് എനർജി മീറ്ററിൻ്റെ ആവശ്യം നമുക്ക് വരുന്നുണ്ട്. അപ്പോൾ അത് ബാലൻസ്ഡ് ലോഡായാലും അൺബാലൻസ്ഡ് ലോഡായാലും എനർജി കൺസ്യൂം ചെയ്തത് കണ്ടുപിടിക്കാനായിട്ട് 3 ഫേസ് എനർജി മീറ്റർ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ മെഷർ ചെയ്യുന്നത്. 3 ഫേസ് എനർജി ക്യാൻ ബി മെഷേർഡ് ബൈ 3 സെപ്പറേറ്റ് സിംഗിൾ ഫേസ് എനർജി മീറ്റേഴ്സ് ഓർ ബൈ 3 ഫേസ് എനർജി മീറ്റർ. അപ്പോൾ 3 ഫേസ് എനർജി നമുക്ക് കണ്ടുപിടിക്കാനായിട്ടും 3 ഇത് ഓരോ ഫേസിനും സെപ്പറേറ്റ് ആയിട്ടുള്ള എനർജി മീറ്റർ 3 സെപ്പറേറ്റ് സിംഗിൾ ഫേസ് എനർജി മീറ്റർ ഉപയോഗിച്ചിട്ടും കണ്ടുപിടിക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ ഒരൊറ്റ 3 ഫേസ് എനർജി മീറ്റർ ഉപയോഗിച്ചിട്ടും നമുക്ക് 3 ഫേസ് എനർജീനെ കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. 3 ഫേസ് എനർജി മീറ്റർ മെയിനായിട്ടും 2 ടൈപ്പാണ് വരുന്നത്. ഒന്ന് 3 ഫേസ് 3 വയർ എനർജി മീറ്റേഴ്സ്. 3 ഫേസ് 3 വയർ എനർജി മീറ്റേഴ്സ് എന്ന് പറയുമ്പോൾ 3 ഫേസ് 2 എലമെൻറ്റ് എനർജി മീറ്ററാണ്. 2 എലമെൻറ്റ് എന്ന് പറഞ്ഞെങ്കിൽ നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു 2 സെറ്റ് പ്രഷർ കോയിലും കറണ്ട് കോയിലും ആണ് അവിടെ ഉണ്ടാവുക. ഇനി അതുപോലെ വരുന്നത് 3 ഫേസ് 4 വയർ എനർജി മീറ്റർ. 3 ഫേസ് 4 വയർ എനർജി മീറ്റർ എന്ന് പറയുമ്പം 3 എലമെൻറ്റ് എനർജി മീറ്ററാണത്. 3 എലമെൻറ്റ് എനർജി മീറ്റർ എന്ന് പറയുമ്പോൾ ഇവിടെ 3 സെറ്റ് കറണ്ട് കോയിലും പ്രഷർ കോയിലും അവൈലബിൾ ആണ്. ഇപ്പം ഫസ്റ്റ് വൺ 2 എലമെൻറ്റ് 3 ഫേസ് എനർജി മീറ്റർ ആണ് എന്നുണ്ടെങ്കിൽ എങ്ങനെയായിരുന്നു ഫിഗറിൽ കാണിച്ചിട്ടുണ്ട്. 2 സെറ്റ് കറണ്ട് കോയിലും പ്രഷർ കോയിലും ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഒരൊറ്റ സ്പിൻഡിലാണ്. സ്പിൻഡിലിൻ്റെ അറ്റത്ത് വേം ഗിയർ ഉണ്ടാവും. വേം ഗിയറിൽ നിന്നും ട്രെയിൻ ഓഫ് ഗിയേഴ്സ്, ഒരു ട്രെയിൻ ഓഫ് ഗിയേഴ്സ് അവിടെ അവൈലബിൾ ആണ്. അതിൻ്റെ കൂടെ നമ്മുടെ രജിസ്റ്റർ മെക്കാനിസം വെച്ചിട്ടുണ്ടാവും. ഒരൊറ്റ ഡിസ്ക്കാണ് അവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ഒരൊറ്റ ഡിസ്ക്കും അതിൻ്റെ കൂടി ഒരു ബ്രേക്ക് മാഗ്നറ്റുമാണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ഈ കേസിൽ ന്യൂട്രൽ വയറില്ല, ആകെ 3 ഫേസ് വയേഴ്സ് മാത്രമായിട്ടാണ് എടുക്കുന്നത്. ദിസ് എനർജി മീറ്റേഴ്സ് വർക്ക്സ് ഓൺ ദ പ്രിൻസിപ്പിൾ ഓഫ് മെഷർമെൻറ്റ് ഓഫ് പവർ ബൈ ദി 2 വാട്ട്മീറ്റർ മെത്തേഡ്. അപ്പോൾ ഈ കേസിൽ നമുക്ക് എന്ത് ചെയ്യാം, ബൈ ദ പ്രിൻസിപ്പിൾ ഓഫ് മെഷർമെൻറ്റ് ഓഫ് ദ പവർ ബൈ 2 വാട്ട്മീറ്റർ മെത്തേഡ്. നമുക്കൊരു പവറിൻ്റെ ഒരു പവർ നമുക്ക് മെഷർ ചെയ്യണം എന്നുണ്ടെങ്കിൽ 2 വാട്ട് മീറ്റർ ഉപയോഗിച്ചിട്ട് നമുക്ക് മെഷർ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ആ പ്രിൻസിപ്പിളാണ് ഇവിടെ എനർജി മീറ്ററിനകത്ത് 2 എലമെൻറ്റ് എനർജി മീറ്ററിനകത്ത് യൂസ് ചെയ്യുന്നത്. മെഷർമെൻറ്റ് ഓഫ് ദ പവർ ബൈ ദ 2 വാട്ട് മീറ്റർ മെത്തേഡാണ്.
2 elements of a current coil and 2 elements of a pressure coil are used in this energy meter. These assemblies can be arranged on the different sectors in a horizontal position with a single aluminum disc which rotates between the poles of a single braking magnet. അപ്പോൾ നമ്മൾ പറഞ്ഞു ഒരൊറ്റ ബ്രേക്കിംഗ് മാഗ്നറ്റിൻ്റെ പോൾസിൻ്റെ ഇടയ്ക്ക് ഒരു സിംഗിൾ ഡിസ്ക് റൊട്ടേറ്റ് ചെയ്യുന്ന രീതിയിലാണ് ഇത് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. 2 elements can also have individual driving disc on a common spindle. ഇനി അതുകൂടാതെ നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു 2 രീതിയിൽ ഇതിനെ കണക്ട് ചെയ്യാവുന്നതാണ്. ഒന്ന് ഒരൊറ്റ ഡിസ്ക് ഉപയോഗിച്ചിട്ട് കണക്ട് ചെയ്യാം. അതല്ല എന്നുണ്ടെങ്കിൽ ഒരു കോമൺ സ്പിൻഡിലിൻ്റെ മേലെ 2 ഡിസ്ക് ഫിക്സ് ചെയ്തിട്ട് ഓരോ സെറ്റ് ഓഫ് കോയിൽസിനും ഓരോ ഡിസ്ക് എന്ന രീതിയിലും അതിനെ അറേഞ്ച് ചെയ്യാവുന്നതാണ്. ഫിഗറിനകത്ത് കാണിച്ചിട്ടുണ്ട്. മേലത്തെ ഡിസ്കോ അതുപോലെ താഴെ 2 ഡിസ്ക് ഓരോ ഡിസ്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഓരോ ഡിസ്കിനും ഓരോ ബ്രേക്കിംഗ് മാഗ്നറ്റ് ഇൻഡിവിജ്വൽ ബ്രേക്കിംഗ് മാഗ്നറ്റും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സെക്കൻഡ് ടൈപ്പാണ് കമ്പാരിറ്റീവ്ലി മാനുഫാക്ചേഴ്സ് കൂടുതലായിട്ടും സിംപ്ലിസിറ്റി കാരണം പ്രിഫർ ചെയ്യാറുള്ളത് സെക്കൻഡ് ടൈപ്പാണ്. ഇതിപ്പോൾ പറഞ്ഞ ടൈപ്പാണ് കുറച്ചുകൂടെ സിമ്പിളായിട്ട് അവർ യൂസ് ചെയ്യാറുള്ളത്. ഇൻ ബോത്ത് കേസസ് ദ ഡ്രൈവിംഗ് ടോർക്ക് പ്രൊഡ്യൂസ്ഡ് ബൈ ഇൻഡിവിജ്വൽ എലമെൻറ്റ്സ് ആർ സമ്മഡ് അപ്പ്. 2 കേസിലാണെങ്കിലും ഇൻഡിവിജ്വൽ എലമെൻറ്റ്സിൽ നിന്ന് വരുന്ന ഡ്രൈവിംഗ് ടോർക്കിനെ സമ്മപ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതിനെ ആഡ് ചെയ്തിട്ട് എടുക്കുകയാണ് ചെയ്യുന്നത്. റെക്കോർഡിംഗ് മെക്കാനിസം വിച്ച് ഈസ് അറ്റാച്ച്ഡ് ടു ദ ട്രെയിൻ ഓഫ് ഗിയേഴ്സ്. റെക്കോർഡിംഗ് മെക്കാനിസം നമ്മൾ ആ ട്രെയിൻ ഓഫ് ഗിയേഴ്സിനോട് കൂടിയാണ് അറ്റാച്ച് ചെയ്തിട്ടുണ്ടാവുക. സൈക്ലോമീറ്റർ അല്ലെങ്കിൽ കൗണ്ടർ ടൈപ്പ് ഡയലാണ്. ഷോസ് സം ഓഫ് ദി എനർജീസ് ദാറ്റ് ഹാസ് പാസ്ഡ് ത്രൂ ദി എലമെൻറ്റ്സ്. ആ എലമെൻറ്റ്സിലൂടെ പാസ് ചെയ്തിട്ടുള്ള സം ഓഫ് ദി എനർജി അതിന് മൊത്തമായിട്ടും ആ കൗണ്ടർ ഡയൽ അല്ലെങ്കിൽ ആ ഒരു സൈക്ലോമീറ്ററിനകത്ത് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുന്നതായിരിക്കും. The 2-element energy meter is only suitable for 3-phase 3-wire system. നമ്മൾ ആ ഫിഗറിനകത്ത് കണ്ടു 3-phase 3-wire ആണ് അവിടെ യൂസ് ചെയ്യുന്നത്. ന്യൂട്രൽ വയർ ഇല്ല. അപ്പോൾ 3-phase 3-wire സിസ്റ്റത്തിൽ മാത്രമേ നമുക്ക് ഈ 2-element എനർജി മീറ്ററിനെ യൂസ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. പക്ഷേ ബാലൻസ്ഡിലും അൺബാലൻസ്ഡ് ലോഡിലും രണ്ടിലും നമുക്കിത് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ 3-phase 3-wire സിസ്റ്റത്തിൽ മാത്രമേ ഉപയോഗിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. പക്ഷേ ബാലൻസ്ഡ് കേസിലും അൺബാലൻസ്ഡ് ലോഡിൻ്റെ കേസിലും നമുക്ക് 2-element എനർജി മീറ്ററിനെ ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ഇത് നെക്സ്റ്റ് വരുന്നത് 3 element 3-phase എനർജി മീറ്ററാണ്. 3 element എന്ന് പറയുമ്പം അവിടെ 3 സെറ്റ് പ്രഷർ കോയിലും കറണ്ട് കോയിലും അവൈലബിൾ ആയിരിക്കും. ദിസ് വർക്ക്സ് ഓൺ ദ സെയിം പ്രിൻസിപ്പിൾ ആസ് ദാറ്റ് ഓഫ് ദ 3 wattmeter മെത്തേഡ് ഓഫ് പവർ മെഷർമെൻറ്റ് വിത്ത് 3-phase ലോഡ്. ഒരു 3-phase ലോഡ് വരുന്ന കേസിൽ 3-phase പവർ മെഷർ ചെയ്യാനായിട്ട് നമ്മളൊരു 3 wattmeter ഉപയോഗിച്ചിട്ടാണ് അത് മെഷർ ചെയ്യണത് എന്നുണ്ടെങ്കിൽ അതേ പ്രിൻസിപ്പിൾ തന്നെയാണ് ഇവിടെയും യൂസ് ചെയ്യണത്. അതുകൊണ്ട് തന്നെ 3 യൂണിറ്റ് കറണ്ട് കോയിലും പ്രഷർ കോയിലും ഇതിനകത്ത് യൂസ് ചെയ്തിട്ടുണ്ട്. Potential coils of 3 elements are connected in star to supply lines with their common point connected to the neutral line of the power supply. അപ്പോൾ ഈ കേസിൽ പൊട്ടൻഷ്യൽ കോയിൽസ് ഓഫ് 3 elements 3 എലമെൻറ്റ് പൊട്ടൻഷ്യൽ കോയിൽ ഉണ്ടാവും. ഈ 3 എണ്ണത്തിൻ്റെയും പൊട്ടൻഷ്യൽ കോയിലിനെ നമ്മൾ സ്റ്റാറിൽ കണക്ട് ചെയ്തിട്ട് പവർ സപ്ലൈയുമായിട്ട് സപ്ലൈ ലൈനുമായിട്ട് സ്റ്റാറിൽ കണക്ട് ചെയ്തിട്ട് അതിൻ്റെ കോമൺ പോയിൻറ്റും നമ്മൾ ന്യൂട്രൽ ലൈൻ ഓഫ് ദ പവർ സപ്ലൈയുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടാകും. അപ്പോൾ ഇവിടെ ഞാൻ 3-phase 4-wire സിസ്റ്റമാണ്. ന്യൂട്രൽ ലൈനും കൂടി ഇവിടെ അവൈലബിൾ ആണ്. ദ കറണ്ട് കോയിൽസ് ആർ കണക്റ്റഡ് ഇൻ സീരീസ് ടു ദ ഇൻഡിവിജ്വൽ ലോഡ്സ്. ഓരോ ലോഡിനും സീരീസ് ആയിട്ടാണ് കറണ്ട് കോയിലിനെ കണക്ട് ചെയ്തിട്ടുള്ളത്. ദീസ് 3 elements ക്യാൻ ബി അറേഞ്ച്ഡ് ഡിഫറെൻറ്റ് സെക്ടേഴ്സ് ഓഫ് കോമൺ സിംഗിൾ അലുമിനിയം ഡിസ്ക് വിത്ത് സെർവ്സ് എസ് റൊട്ടേറ്റിംഗ് പാർക്ക് കണക്റ്റഡ് ടു ദ ഡ്രൈവിംഗ് ഡയൽ. അപ്പോൾ ഇത് കൂടാതെ എന്ത് ചെയ്യാൻ പറ്റും? ദീസ് 3 elements ക്യാൻ ബി അറേഞ്ച്ഡ് ദ ഡിഫറെൻറ്റ് സെക്ടേഴ്സ് ഓഫ് എ കോമൺ സിംഗിൾ അലുമിനിയം ഡിസ്ക്. ഒരു കോമൺ സിംഗിൾ അലുമിനിയം ഡിസ്ക് ആയിട്ട് നമുക്കിതിനെ ഉപയോഗിക്കാനായിട്ട് സാധിക്കും, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ. അതല്ല എന്നുണ്ടെങ്കിൽ ഒരു കോമൺ സ്പിൻഡിലിൻ്റെ മേലെ ഓരോ സെറ്റ് കോയിലിനും സെപ്പറേറ്റ് ഡിസ്ക് ആയിട്ട് 3 ഡിസ്ക് വെച്ച് ഉപയോഗിക്കുന്ന രീതിയിൽ നമുക്കിതിനെ യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ഇതാണ് ഈ സെക്കൻഡ് കേസാണ്. അതായത് 3 ഡിസ്ക് ഉപയോഗിക്കുന്നതാണ് മാനുഫാക്ചേഴ്സ് കുറച്ചുകൂടി കൺസ്ട്രക്ഷൻ്റെ ബിസിനസ്സിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാറായിട്ടുള്ളത്. The driving torque produced by the 3 individual elements are summed up and the recording mechanism shows the sum of the energies that has passed through the individual elements. അപ്പോൾ ഓരോ ഡ്രൈവിംഗ് ടോർക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നതും ഓരോ എലമെൻറ്റ്സിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഡ്രൈവിംഗ് ടോർക്കിനെയും സമ്മപ്പ് ചെയ്തിട്ടാണ് റെക്കോർഡിംഗ് മെക്കാനിസത്തിനകത്ത് സം ഓഫ് ദി എനർജീസ് ആണ് കണ്ടുപിടിച്ചിട്ട് അവിടെ നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് തരുന്നത്. ഈ എനർജി മീറ്റർ ഇറ്റ് ഇസ് സൂട്ടബിൾ ഫോർ ദ 3-phase 4-wire സിസ്റ്റം. ഇവിടെ ന്യൂട്രൽ കൂടി ഉണ്ടായതുകൊണ്ട് ഇതിനെ 3-phase 4-wire സിസ്റ്റത്തിൽ സൂട്ടബിൾ ആയിട്ടുള്ളൊരു മെത്തേഡാണ് 3 element 3 wattmeter 3-phase എനർജി മെഷർമെൻറ്റ്. ഇതിന് ആപ്ലിക്കേഷൻ ഓഫ് 3-phase എനർജി മീറ്റർ. 3-phase എനർജി മീറ്ററിൻ്റെ ആപ്ലിക്കേഷൻ എന്തൊക്കെയാണ് വരുന്നത്? 2 element 3-phase energy meter is used with 3-phase loads in which a neutral is not used, such as for the industry or irrigation pump set motors, etc., having 3-phase loads only, or with a 11 kV 3-phase 3-wire supply to an industry. But
നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 2 element 3 phase എനർജി മീറ്റർ നമ്മൾ യൂസ് ചെയ്യാറുള്ളത് ഏതൊക്കെ ടൈപ്പ് ആപ്ലിക്കേഷൻസിലാണ്? ന്യൂട്രൽ കണക്ഷൻ വരാത്ത ഇൻഡസ്ട്രി അല്ലെങ്കിൽ ഇറിഗേഷൻ പമ്പ് സെറ്റ് മോട്ടോഴ്സിലൊക്കെയാണ് നമ്മൾ 3 phase 2 element സിസ്റ്റം നമ്മൾ യൂസ് ചെയ്യാറുള്ളത്. ആൻഡ് ഹാവിങ് 3 phase ലോഡ്സ് ഓൺലി, അവിടെ 3 phase ലോഡുകൾ മാത്രമേ ഉപയോഗിക്കാറുള്ളൂ. ഓർ വിത്ത് 11 kV 3 phase 3 wire സിസ്റ്റം. 11 kV 3 phase 3 wire സിസ്റ്റം സപ്ലൈ ടു ഇൻഡസ്ട്രിയിലും കൂടെ, ഇൻഡസ്ട്രിയിലേക്ക് സപ്ലൈ ചെയ്യുന്ന 3 phase 3 wire സിസ്റ്റത്തിലും കൂടെ നമ്മൾ അതിനകത്ത് യൂസ് ചെയ്യാറുണ്ട്. ദെൻ 3 phase 4 wire സിസ്റ്റം ആണെന്നുണ്ടെങ്കിൽ യൂസ്ഡ് വിത്ത് 3 phase ലോഡ് ഇൻ വിച്ച് ബാലൻസ്ഡ് അൺബാലൻസ്ഡ് ലോഡ് ആർ കണക്റ്റഡ് വിത്ത് ഇൻഡിവിജ്വൽ ഫേസസ് ആൻഡ് ന്യൂട്രൽ സച്ച് ആസ് ഫോർ എ ലാർജ് ഡൊമസ്റ്റിക് കൺസ്യൂമർ ഓർ ഫോർ എൻ ഇൻഡസ്ട്രി ഹാവിങ് ലൈറ്റിംഗ് ലോഡ്സ് ഓൾസോ. അപ്പം ഇൻഡസ്ട്രി ലോഡ് അല്ലെങ്കിൽ ലൈറ്റിംഗ് ലോഡിനകത്ത് നമ്മൾ ഡൊമസ്റ്റിക് കൺസ്യൂമേഴ്സോ ഒക്കെ 3 phase 4 wire ന്യൂട്രൽ ലോഡ് കൂടിയിട്ടുള്ള 3 phase യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ആ കേസിലാണ് 3 phase 4 wire എലമെൻറ്റ് എനർജി മീറ്ററിനകത്ത് നമ്മൾ യൂസ് ചെയ്യാനായിട്ട് പോകുന്നത്.